എല്ലാവർക്കും ET ടോക്സിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഒരു 11 മണിക്കൊക്കെ തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ടാവില്ലേ? നമുക്ക് പലപ്പോഴും അത് കിട്ടാനും സാധ്യത കുറവായിരിക്കും. നമ്മളൊരു ആദ്യം തന്നെ തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, അതിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്യുന്നു, പിന്നെ പേയ്മെൻറ്റിലേക്ക് പോകുന്നു. പേയ്മെൻറ്റ് പേജിലേക്ക് പോകുമ്പോൾ ബഫറിങ് ആയിരിക്കും. പിന്നെ നമ്മൾ കാണുന്നത് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ 100 എന്നൊക്കെ ആയിരിക്കും. ഇത് കാണുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര ടെൻഷനോ അല്ലെങ്കിൽ ഒരു അമ്പരപ്പൊക്കെ തോന്നും. ഇതിനുള്ളിൽ എന്താണ് നടക്കുന്നത്, ഇതിനുള്ളിൽ വല്ല മായാജാലമുണ്ട്, എന്തുകൊണ്ടാണ് ടിക്കറ്റ് കിട്ടാത്തതെന്നൊക്കെ. നമ്മൾ അറിയാത്തൊരു കാര്യം, ഇങ്ങനെ ഒരു ഡിജിറ്റൽ വാർ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നാണ്. 2026 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന തത്കാൽ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാനുള്ളത് ചിനോദ് സാറാണ്. നമസ്കാരം സാർ. 11 മണിക്ക് തത്കാൽ ബുക്ക് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു കഴിഞ്ഞാൽ 11:01 ആകുമ്പോഴത്തേനും അത് ഫുള്ളാകും. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കാറ്, ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? അത് വളരെ സിമ്പിളാണ്. ഒരു സിനിമ റിലീസ് ചെയ്തു, ആ സിനിമയുടെ റിലീസിംഗ് ഡേ ആണ്. ഓൺലൈനിലൂടെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് തിയേറ്ററിലാകെ ഇനി 50 ടിക്കറ്റേ ബാക്കിയുള്ളൂ. ഈ 50 ടിക്കറ്റ് അവിടെ ക്യൂ നിൽക്കുന്ന ഏകദേശം 500-600 ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. അവർക്കെല്ലാം കൂടി ഒരു 50 ടിക്കറ്റേ ഉള്ളൂ. അപ്പം ഒരു 5-8 ഗുണ്ടകൾ കയറി വന്നിട്ട് അവരെന്ത് ചെയ്തു വെച്ചാൽ അതിൽ 40 ടിക്കറ്റും വാങ്ങി അവരങ്ങോട്ട് പോയി. അവർ കയ്യൂക്കുള്ളം കാര്യക്കാരെന്ന് പറയുന്ന പോലെ ബലം പ്രയോഗിച്ച് 40 ടിക്കറ്റ് വാങ്ങിപ്പോയി. പിന്നെ നടക്കുന്നത് ബാക്കിയുള്ള 10 ടിക്കറ്റിനായിട്ട് ഇവിടെയുള്ള 600 പേര് അടിപിടി കൂടും. അപ്പം നടക്കുന്ന പ്രശ്നങ്ങളാണ് ഈ 11 മണിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ചില ഇല്ലീഗൽ ബുക്കിംഗ് സോഫ്റ്റ്വെയറുകൾ ആക്റ്റീവാണ്. അപ്പോൾ അത്തരം ബോട്ട്സ് ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ആലോചിച്ച് തന്നെ മനസ്സിലാവും 3 സെക്കൻഡ് കൊണ്ടൊക്കെ എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം സോഫ്റ്റ്വെയറുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മില്ലി സെക്കൻഡിനുള്ളിൽ ഫോം ഫില്ല് ചെയ്ത് പേയ്മെൻറ്റ് നടത്തി ടിക്കറ്റുമായിട്ട് പോകും. അവർ നമ്മൾ ഈ ഗുണ്ടകളെ പോലെയാണ്. അവർ വന്ന് ബലം പ്രയോഗിച്ച്, അവർ അതിവേഗതയിൽ കടന്നു വന്ന് ബലം പ്രയോഗിച്ച് ടിക്കറ്റുമായിട്ട് പോകും. അപ്പോൾ റെയിൽവേക്ക് ഇതൊക്കെ അറിയുമെന്ന് വെച്ചാൽ റെയിൽവേ ഇത് അറിഞ്ഞിട്ടും ഉണ്ടാതിരിക്കുക, അങ്ങനെയല്ല. കാരണം ടെക്നോളജി മാറും, റെയിൽവേ നിരന്തരം മെഷർമെൻറ്റ് എടുക്കുന്നുണ്ട്. ഇത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നിരന്തരം മെഷർമെൻറ്റ് എടുക്കുന്നുണ്ട്. റെയിൽവേക്ക് ചെയ്യാവുന്ന എല്ലാം റെയിൽവേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും വലിയ മാഫിയാണിത്. അവരെന്താ ചെയ്യുന്നത്, ടെക്നോളജി മാറുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, അവരും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് റെയിൽവേക്ക് നിരന്തരം എന്ത് ചെയ്യണം, ഇതിൽ ഓരോ സമയത്തും വേണ്ട മാറ്റങ്ങൾ സാങ്കേതികപരമായിട്ടും നിയന്ത്രണപരമായിട്ടും ചെയ്യേണ്ടതുണ്ട്. അത് റെയിൽവേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം അടുത്ത കാലത്തും ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിമാൻഡ് സപ്ലൈ ആണ്. ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ആളുകൾക്ക് അത്രയും ആളുകൾ എന്തുണ്ട് ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് ബാംഗ്ലൂർ കൊച്ചി റൂട്ട് നോക്കുക, ആകെ ചിലപ്പോൾ ഒരു പക്ഷേ ട്രെയിനിൽ 100-150 ടിക്കറ്റ് അവൈലബിൾ ആവും. 2 ലക്ഷം ആളുകളാണ് ആ ഒരു 100-150 ടിക്കറ്റിന് വേണ്ടി ഒരു പക്ഷേ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്കാണെങ്കിലും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അൾട്ടിമേറ്റ് എന്ത് സംഭവിക്കും, ഭൂരിഭാഗം പേരുടെയും സെർവർ എന്തായിരിക്കും, ആ ഭൂരിഭാഗം പേർക്കും എറർ മെസ്സേജ് കിട്ടും, ഭൂരിഭാഗം പേരും ലോഗ് ഔട്ട് ആവും ഓട്ടോമാറ്റിക്കായിട്ട്. ഇതിന് ഒട്ടനവധി മെഷർമെൻറ്റ് ഇവർ എടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ അടുത്ത കാലത്ത് എടുത്ത ഏറ്റവും നല്ല മെഷർമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിശ്ചിത വേഗതയേക്കാൾ എന്ന് വെച്ചാൽ ഒരു ആവറേജ് വേഗതയുണ്ട്, ആ വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയിൽ ആരെങ്കിലും ഈ ഫോം ഫില്ല് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അയാളെ ലോഗ് ഔട്ട് ആയിക്കാളും. ഈ റോബോട്ടുകൾ അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ, ഇല്ലീഗൽ സോഫ്റ്റ്വെയറുകൾ വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. മറ്റൊന്ന്, ഒരു ഐ പി എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനെറ്റ് IP യിൽ ഒന്നിൽ കൂടുതൽ ലോഗിൻ വന്നു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആക്കും. അങ്ങനെ അത്തരത്തിലുള്ള ബേസിക്കായ ചില കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ട്, നമ്മുടെ റെയിൽവേ ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നമ്മൾ സ്മാർട്ടാവണം, പക്ഷെ ഒരിക്കലും ഇല്ലീഗൽ ആകരുത്. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്മാർട്ടായിട്ട് ബുക്ക് ചെയ്യണം, പക്ഷെ ഒരിക്കലും നിയമവിരുദ്ധമായിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. നിയമവിരുദ്ധമായി ബുക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ ബുക്ക് ചെയ്യാൻ കൊടുത്താൽ ഒരു പക്ഷേ നമുക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഏജന്റുമാരുടെ തട്ടിപ്പ് തടയാൻ വേണ്ടി റെയിൽവേ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? 2026 എന്തെങ്കിലും പുതിയ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? കുറേ നടപടികൾ കഴിഞ്ഞ ഒരു 5-6 മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ കുറേ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ 5-6 മാസത്തിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ തൽക്കാല ടിക്കറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്ന പരാതിയും വന്നത്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം, പണ്ട് നമ്മൾ റേഷൻ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആർക്കും റേഷൻ കാർഡ് കൊണ്ട് ചെന്നാൽ എന്ത് ചെയ്യാമായിരുന്നു, സാധനം വാങ്ങാമായിരുന്നു. ഇപ്പോൾ പറ്റില്ല, പമ്പ് കൂടി വയ്ക്കാം. അപ്പോൾ റെയിൽവേ വരുത്തിയ ഏറ്റവും നല്ല മാറ്റം എന്ന് പറയുന്നത് ആധാർ കാർഡ് ഘടിപ്പിക്കുന്നത് ഒരു പരിധിവരെ നിർബന്ധമാക്കി. ഇപ്പോൾ തൽക്കാല ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അഡ്വാൻസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിലും എല്ലായിടത്തും ആധാർ നിർബന്ധമാക്കി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നീക്കം
തട്ടിപ്പ് തടയാൻ കഴിയും. കാരണം ഇവർ ബൾക്കായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഓരോന്നിനും ആധാറിന് OTP അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ ആധാർ എന്ത് ചെയ്യും, ഒരു പരിധി വരെ ഇപ്പം തന്നെ റെയിൽവേയുടെ കണക്ക് പ്രകാരം നേരത്തെ കിട്ടുന്നതിനേക്കാളും 25-30% അധികം ആളുകൾക്ക് ടിക്കറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട്, പുതിയ മാറ്റങ്ങൾക്ക് ശേഷം കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു മാറ്റം വരുത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫോം ഉണ്ടല്ലോ, യാത്രക്കാരുടെ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് 35 സെക്കൻഡിൽ കുറഞ്ഞ സമയത്താണ് ഫില്ല് ചെയ്തെങ്കിൽ അവരെ സംശയത്തോടു കൂടി ആര് നോക്കാൻ തുടങ്ങും, നമ്മുടെ ആ മെഷീൻ സംവിധാനം നോക്കാൻ തുടങ്ങും. ഇവരെന്തോ ഉടായിപ്പ് അല്ലെങ്കിൽ എന്തോ തട്ടിപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കും. അതിനേക്കാൾ വേഗത്തിലാണെങ്കിൽ അപ്പം തന്നെ അവന് സൈൻ ഔട്ടാക്കി പുറത്തായിക്കാളും. അപ്പോൾ അതൊരു സംഭവമാണ്. പിന്നെ ഏജൻറ്റുമാർക്ക് കുറേ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ഈ ഏജൻറ്റുമാരാണ് പലപ്പോഴും ഈ തട്ടിപ്പിന് സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ AC തൽക്കാലം ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന 10 മണി മുതൽ 10:30 വരെ 10:15 വരെ ഏജൻറ്റുമാർക്ക് ലോഗിൻ ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ സാധാരണ നമ്മുടെ തൽക്കാൽ ടിക്കറ്റ് ആരംഭിക്കുന്ന 11 മുതൽ 11:15 വരെ ഏജൻറ്റുമാർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. അതുകൂടാണ്ട് നമ്മൾ അഡ്വാൻസ് ബുക്കിങ്ങിന് ഓപ്പൺ ആവുന്നത് 8 മണിക്കാണെങ്കിൽ 8 മുതൽ 8:30 വരെ ഏജൻറ്റുമാർക്ക് ലോഗിൻ ആവാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ യാത്രക്കാർക്ക് കൂടുതൽ മെച്ചം കിട്ടുന്ന ഇത്തരം നീക്കങ്ങൾ ആര് നടത്തിയിട്ടുണ്ട്, റെയിൽവേ നടത്തിയിട്ടുണ്ട്. അതെല്ലാം വളരെ മെച്ചം നൽകുന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നോക്കുമ്പോൾ മെച്ചം കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ തൽക്കാലം ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ പ്രീമിയം തൽക്കാലം എന്നൊരു ഓപ്ഷൻ കാണിക്കാറുണ്ട്. ഇതിൻ്റെ അകത്ത് ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ വിമാനത്തിന്റെ ടിക്കറ്റിന്റെ റേറ്റിനോടൊപ്പം തന്നെ ഉണ്ടാവും. ഇത് ഒരു കൊള്ള തന്നെയല്ലേ? അത് നമുക്ക് വേറെ രീതിയിലും വായിക്കാം. ഉദാഹരണത്തിന് മഴ പെയ്യുന്നുണ്ട്, രാത്രി മഴ പെയ്യുന്നത് കണ്ട് ക്രിസ്റ്റീന ഒരു ഓട്ടോ വിളിക്കുന്നു. രാത്രിയാണ്, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്ടോക്കാരൻ എന്ത് പറയും, ഞാൻ വരാം, പക്ഷെ ഡബിൾ ചാർജ് തരണം, അല്ലേ? അതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, ഇതേ മഴ പെയ്യുന്ന സമയത്ത് ഊബറിലോ അല്ലെങ്കിൽ റാപ്പിഡോയിലോ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചാർജ് കൂടിയിരിക്കും. അതിന് നമ്മൾ ചാർജ് എന്ത് ചെയ്യാണ്, സർജ് പ്രൈസിങ് ആണ് വരുന്നത്. അപ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും, പ്രൈസും കൂടുമെന്ന് പറയുന്ന ഒരു ലോജിക്കാണ്. അത് വാസ്തവത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം അവരല്ലേ പ്രീമിയം തൽക്കാലം നോക്കുകയുള്ളൂ. പൈസയുള്ളവർ നോക്കുന്നുള്ള വേറെ ലോജിക്ക് അപ്പുറത്തുണ്ട്. എങ്കിൽ പോലും ഈ ഡൈനാമിക് പ്രൈസിങ് ആണ് എന്ത് പറയുന്നത്, പ്രീമിയം തൽക്കാലം എന്ന് പറയുന്നത്. നോർമൽ തൽക്കാലിലാണെങ്കിൽ അതൊരു ഫിക്സഡ് റേറ്റ് ആണ്. നമുക്ക് സാധാരണ തൽക്കാലാണെങ്കിൽ നമുക്കറിയാം എത്രയാണ്, പക്ഷേ പ്രീമിയം തൽക്കാലം നമുക്ക് അറിഞ്ഞുകൂടാ. അത് ഡിമാൻഡിനനുസരിച്ചും നമ്മൾ യാത്രയോട് ഏറ്റവും എത്ര അടുത്തിരിക്കുന്നു അനുസരിച്ച് വ്യത്യാസം വരും. വിമാന ടിക്കറ്റൊക്കെ പോലെ വ്യത്യാസം വരും. അപ്പം കൂടിയ ചാർജ് കൊടുത്ത് പോകേണ്ടി വരികയാണെങ്കിൽ അത് നമ്മുടെ ആവശ്യമാണ്. നമുക്ക് കൊള്ളാം എന്ന് പറയാൻ പറ്റില്ല. കാരണം നേരത്തെ പറഞ്ഞു എന്താണ്, നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല, സപ്ലൈ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ആർക്കാണോ അത്യാവശ്യം വരുന്നത് അവർക്ക് ഉയർന്ന പൈസ കൊടുത്ത് പോവുകയേ മാർഗ്ഗമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ബദൽ സംവിധാനങ്ങൾ മനസ്സിൽ കാണണം. ഉദാഹരണത്തിന് നമ്മളൊരു പ്രീമിയം തൽക്കാലം ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 100% യാത്ര ഉറപ്പാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം വേണം ബുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെടുക്കുക, പണം പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും തൽക്കാലം ബുക്ക് ചെയ്യുന്ന എല്ലാവരും മനസ്സിൽ എന്ത് ചെയ്യണം, ഒരു പ്ലാൻ ബി വേണം. ഈ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ബസ്സിന് പോകും, അല്ലെങ്കിൽ ഫ്ലൈറ്റിന് പോകും, അല്ലെങ്കിൽ ഏത് മാർഗ്ഗത്തിലാണെങ്കിൽ ആ മാർഗ്ഗത്തിൽ പോകും. പ്ലാൻ ബി എപ്പോഴും വേണം. അപ്പോൾ നമ്മൾ ഈ തൽക്കാല ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞ് നടക്കുന്നതിനേക്കാളും നല്ലത് ഒരു പ്ലാൻ ബി ഉണ്ടാവുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ഡിമാൻഡിന് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല നമ്മുടെ റെയിൽവേ സംവിധാനം. ഈ പ്രീമിയം തൽക്കാലം എന്ന് പറയുന്ന ഉദാഹരണം പറയാം, സിമ്പിൾ കണക്ക് പറയാം. ഒരു ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് തേർഡ് AC-ക്ക് 1200 രൂപയാണെന്ന് ഞാൻ പറയുന്നു, ജസ്റ്റ് ഒരു കണക്കിന് വേണ്ടി പറയുന്നു. പ്രീമിയം തൽക്കാലാണെങ്കിൽ 2500 ആണ്, അല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഈ പ്രീമിയം തൽക്കാലം കൊടുത്താൽ എന്താ കുഴപ്പം? കാരണം ബസ്സിന് എത്ര ചാർജ് അറിയാം? നല്ലൊരു ബസ്സിന് വരണമെങ്കിൽ നമ്മൾ 3000-4000 രൂപ വരെ കൊടുക്കണം. അപ്പോൾ 2500 രൂപ നമ്മൾ ബസ്സിന് കൊടുക്കും. പാരലൽ സംവിധാനമാണെങ്കിൽ ബസ്സിന് കൊടുക്കണം. തീർച്ചയായിട്ടും ട്രെയിൻ ടിക്കറ്റ് എല്ലാം ഫുള്ളാണെങ്കിൽ നമ്മുടെ നോർമൽ KSRTC പോലുള്ള ബസ്സുകളിൽ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് വരാൻ പറ്റും. ആ ടിക്കറ്റും ഫുള്ളായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് വരേണ്ട മാർഗ്ഗം പ്രൈവറ്റ് ബസ്സുകൾ ആശ്രയിക്കുക മാത്രമാണ്. പ്രൈവറ്റ് ബസ്സിന് 3000-4000 കൊടുത്ത് നമ്മൾ ടെൻഷൻ അടിച്ച് വരുന്നതിനേക്കാളും നല്ലത് ഈ 2500 കൊടുത്ത് പ്രീമിയം തൽക്കാലം പ്രീമിയം അത് ബുക്ക് ചെയ്യുക, പ്രീമിയം തൽക്കാലം ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ സ്വാഭാവികമായിട്ട് തെറ്റൊന്നുമില്ല. അതേസമയത്ത് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ആവശ്യമുണ്ടെന്ന് കരുതി കൂടുതൽ വണ്ടി ഇടാനൊന്നും നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാ കാര്യങ്ങളും പരിഗണിക്കണം. ഷിനോദ് സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഇപ്പം എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നാളെ എനിക്കൊരു ടിക്കറ്റ് വേണം. അപ്പോൾ എനിക്ക് തൽക്കാലം ടിക്കറ്റ് എടുക്കാൻ നേരത്തെ എന്തെങ്കിലും ട്രിക്സ് ഉണ്ടോ, വേഗം ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടോ, അങ്ങനെ എന്തെങ്കിലും? ഓക്കെ,
ക്രിസ്റ്റീന നാളെ ക്രിസ്റ്റീനയ്ക്ക് പബ്ലിക് പരീക്ഷയാണെന്ന് കരുതും. ഓക്കെ. അപ്പം പബ്ലിക് പരീക്ഷയാണെങ്കിൽ ക്രിസ്റ്റീന എന്തൊക്കെ ചെയ്യും? നേരത്തെ ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് വെക്കും. നേരത്തെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഹാൾ ടിക്കറ്റ് എടുത്ത് വെക്കും, പെൻ എടുത്ത് വെക്കും, എല്ലാ സാധനവും നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യും അല്ലേ? നമ്മൾ റെഡി ആയിരിക്കും, പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കും. അതുപോലെ തന്നെ തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നതിന് ആദ്യം നമ്മൾ മനസ്സുകൊണ്ട് റെഡി ആയിരിക്കണം. ആ സമയത്ത് നമ്മൾ തിരഞ്ഞു നടക്കരുത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈവശം തന്നെ വേണം. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈലിൽ, IRCTC സൈറ്റിൻ്റെ പ്രൊഫൈലിൽ മാസ്റ്റർ ലിസ്റ്റ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. മാസ്റ്റർ ലിസ്റ്റ് എന്ന് പറയുന്ന സംഗതി ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ IRCTC ലോഗിനിൽ എൻ്റെ വീട്ടിലെ 4 പേരുടെ പേര് ഓൾറെഡി അവിടെ ഉണ്ട്. അത് ഞാൻ ആധാർ വെരിഫൈ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ യൂസറും ആധാർ വെരിഫൈഡ് ആണ്. ഈ മാസ്റ്റർ ലിസ്റ്റ് അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ മാസ്റ്റർ ലിസ്റ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ സംഗതി നടക്കും. ചുരുക്കി പറഞ്ഞാൽ ഓരോ സെക്കൻഡിനും വിലയുള്ളതാണ് തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗ്. എനിക്കൊരു 14-15 സെക്കൻഡ് എന്ത് കിട്ടും? ലാഭം കിട്ടും ഈ മാസ്റ്റർ ലിസ്റ്റ് അവിടെ റെഡി ആണെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഓരോരുത്തരുടെ പേരടിക്കണം, അയാളെ വയസ്സടിക്കണം, അതിൽ മെയിലാണോ ഫീമെയിലാണോ അടിക്കണം, അയാൾക്ക് വേണ്ട പ്രിഫറൻസ് അടിക്കണം, ഒക്കെ അടിക്കണം. അപ്പോൾ ഞാനിതെല്ലാം ഓൾറെഡി ഡീഫാൾട്ടായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് എനിക്ക് അവിടുന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഒരു തൽക്കാൽ ടിക്കറ്റ് അതിവേഗം ബുക്ക് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു മാസ്റ്റർ ലിസ്റ്റ് ഉണ്ടായിരിക്കണം. നമുക്കറിയാലോ, അപ്പം ഇനിയിപ്പം തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പം എൻ്റെ ഫാമിലീൻ്റെ കാര്യമാണ്, അത് പോട്ടെ. വേറെ ഇപ്പം ക്രിസ്റ്റീന ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ക്രിസ്റ്റീനയ്ക്ക് ആരുടെ ടിക്കറ്റാണ് ബുക്ക് ചെയ്യാൻ പോകുന്നത് അറിയാലോ. അപ്പം മാസ്റ്റർ ലിസ്റ്റിൽ ഓൾറെഡി ആഡ് ചെയ്ത് വെക്കാൻ പറ്റും ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ്. അതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ ആൾ ടിക്കറ്റും പെന്നും എടുത്ത് വെക്കുന്ന പോലെ നമ്മൾ റെഡിയാക്കി വെക്കേണ്ട ഒരു സംഗതിയാണ് ഈ മാസ്റ്റർ ലിസ്റ്റ്. 2 എന്ന് പറയുന്നത് ഏറ്റവും നല്ല മാർഗം ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിക്കരുത്. ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ OTP വരാനും ലോഗിൻ ആവാനുള്ള സമയം നമുക്ക് അധികം പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ ഏറ്റവും നല്ല മാർഗം IRCTCയുടെ ഈ വാലറ്റിലേക്ക് പണം ലോഡ് ചെയ്തിടുന്നതാണ് ഏറ്റവും നല്ല മാർഗം. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേൻ്റെ തിരക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏകദേശം എമൗണ്ട് അറിയാലോ. ആ എമൗണ്ട് നമ്മൾ ആദ്യമേ IRCTC വാലറ്റിൽ ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റും. അതിന് പറ്റിയില്ലെങ്കിൽ UPI സംവിധാനം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മുടെ ഈ നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ആപ്പിലാണോ ബുക്ക് ചെയ്യാൻ എളുപ്പം, വെബ്സൈറ്റിലാണോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ആപ്പിൽ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ആപ്പിനാണ് കൂടുതൽ പെർഫെക്ഷനും കിട്ടുന്നതും കൂടുതൽ ബാൻഡ്വിഡ്ത്ത് കിട്ടുന്നതും. അതുകൊണ്ട് ആപ്പ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം വെബ്സൈറ്റിനേക്കാളും നല്ലത് ആപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ തൽക്കാലം തീർന്നാൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ത്, നമ്മൾ ആയുധമൊക്കെ വെച്ച് പോരും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ എപ്പോഴും ഉദാഹരണത്തിന് ലോഗിൻ ടൈം 10 മണിയാണെങ്കിൽ, അല്ലെങ്കിൽ AC ആണെങ്കിൽ 10 മണിക്കും നോർമൽ ആണെങ്കിൽ 11 മണിക്കാണ്. നമ്മളൊരു 5 മിനിറ്റ് മുന്നെങ്കിലും ലോഗിൻ ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ 10 മണി കറക്റ്റിന് പോയി ലോഗിൻ ചെയ്താൽ വലിയ ബുദ്ധിമുട്ടാണ്, കയറാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം. മറ്റൊന്ന്, നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ടിക്കറ്റ് AC ആണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കാൻ നല്ലതാണ്. കാരണം എന്താ അറിയോ, പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യിച്ചാൽ നോർമൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് അവിടുന്ന് AC കൂടി ക്ലിക്ക് ചെയ്ത് നോക്കും കിട്ടുകയാണെങ്കിലോ ഒന്ന്. നേരെ മറിച്ച് AC ആണെന്ന് നേരത്തെ നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ 10 മണിക്ക് ടിക്കറ്റ് അവൈലബിൾ ആണ്, അത് ബുക്ക് ചെയ്യണം. ഇതുകൂടാണ്ട് നമ്മൾ നോർമൽ തൽക്കാലം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രീമിയം തൽക്കാലം ശ്രമിക്കണം. പിന്നെ യാത്രയുടെ 4 മണിക്കൂർ മുന്നേ വരെ നമുക്ക് ശ്രമിച്ചു നോക്കും. കാരണം പലപ്പോഴും ക്യാൻസലായി വരുന്ന ടിക്കറ്റുകളും കാണും. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കി നമ്മൾ സൈൻ ഔട്ട് ആയി കഴിഞ്ഞ് ഇനി എനിക്ക് ടിക്കറ്റേ കിട്ടില്ല എന്ന് കരുതി നമ്മൾ വിഷമിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വീണ്ടും ഓപ്പർച്യൂണിറ്റികളുണ്ട്. പ്രീമിയം തൽക്കാലം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് നോക്കാവുന്നതാണ്. നമുക്ക് അർജൻ്റ് ആണെങ്കിൽ പലപ്പോഴും ഈ പ്രൈവറ്റ് ബസ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ പ്രീമിയം തൽക്കാലം നല്ലൊരു ഓപ്ഷനാണ്. അപ്പം നമ്മൾ ഇത്രയും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു പരിധി വരെ ടിക്കറ്റ് കിട്ടും. ഇതൊരു എന്താ പറയുക, ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന പണിയല്ലെങ്കിൽ പോലും നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു നോളജാണത്. നമുക്കിത് ഉപയോഗിച്ചാൽ മതി. ET ടോക്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് എങ്ങനെയാണ് തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, എന്തുകൊണ്ട് നമുക്ക് തത്കാൽ ടിക്കറ്റ് കിട്ടുന്നില്ല, നമ്മൾ ഇതിന് മുന്നേ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എപ്പോഴും ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. ഇതൊരു ഡിമാൻഡിൻ്റെ പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു പ്ലാൻ ബിയും കൂടെ നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇവിടെ കമൻ്റായി തന്നെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.